السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. قرآن പഠനം 63. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا. صدق الله العظيم. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുത്തഖീങ്ങൾക്ക് വലിയ വിജയമുണ്ട് അല്ലെങ്കിൽ വിജയസ്ഥാനമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ആ വിജയസ്ഥാനത്തെ അല്ലെങ്കിൽ വിജയത്തെ അല്ലാഹു തആല വിശദീകരിക്കുകയാണ് സൂറത്തുൻ നബയിന്റെ 32-ാമത്തെ ആയത്ത് മുതൽ. അതായത് ഹദായിഖ, അവർക്ക് തോട്ടങ്ങളുണ്ട്, വഅനാബൻ, മുന്തിരിവള്ളികളുമുണ്ട്. അവിശ്വാസികൾക്ക് ഒരു കുളിർക്കാറ്റ് ആസ്വദിക്കാൻ പോലും അവസരം നൽകാത്ത ശിക്ഷയായിരിക്കും പരലോകത്ത് ലഭിക്കുക എന്ന് നേരത്തെ പറഞ്ഞ അല്ലാഹു തആല വിശ്വാസികളെ വലയം ചെയ്യുന്ന പച്ചപ്പിന്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹങ്ങൾ വിലയിരുത്തി അവർക്ക് നൽകാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകമായി അവരെ സന്തോഷിപ്പിക്കുകയാണ്. നമുക്കറിയാം, സ്വർഗ്ഗത്തിലെ തോട്ടങ്ങൾ എന്ന് പറയുന്നത് വല്ലാത്ത അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലെ ഒരു മരത്തെക്കുറിച്ച് പറയുന്നത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിന്റെ 3251 നമ്പർ ഹദീസായി അത് ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി ലശജറതൻ യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത ആമിൻ ലാ യഖതഉഹാ. നിശ്ചയം സ്വർഗ്ഗത്തിലൊരു മരമുണ്ട്. ഒരു യാത്രക്കാരൻ അതിന്റെ തണലിലൂടെ 100 വർഷം നടന്നു നീങ്ങിയാൽ അയാൾക്കത് മുറിച്ചു കടക്കാൻ സാധിക്കില്ല. ആ മരത്തണൽ പിന്നെയും നീണ്ടു പരന്നു കിടക്കുന്നുണ്ടാവുമെന്നർത്ഥം. അപ്പൊ ആലോചിച്ച് നോക്കിയ സ്വർഗ്ഗത്തിലുള്ള മരങ്ങളുടെ, തോട്ടങ്ങളുടെ സമൃദ്ധിയും അതിന്റെ മുഴുപ്പുമൊക്കെ എത്രമാത്രം വിശാലമാണെന്ന്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഹദായിഖ, അവർക്ക് അവിടെ തോട്ടങ്ങളുണ്ട്. ആ തോട്ടങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകമായി മനുഷ്യന് ആവേശം നൽകുന്ന ഒരു സംഗതി മുന്തിരിവള്ളിയെ അത് കാണാനും അതേപോലെ തന്നെ അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാനുമൊക്കെയുള്ള സൗകര്യത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് വഅനാബൻ എന്ന് പറഞ്ഞത്. വകവാഇബ, അതേപോലെ തന്നെ അവർക്കവിടെ സ്ഥലം തുടിച്ചു നിൽക്കുന്ന തുടുത്ത മാർവിടമുള്ള തരുണികളും സ്ത്രീകളും അവർക്കവിടെയുണ്ട്. അത്രാബൻ, സമപ്രായക്കാരികളായ തങ്ങളുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ പര്യാപ്തമാവും വിധത്തിൽ തുടുത്ത മാർവിടമുള്ളവരായിട്ടാണ് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഭൂമിയിൽ നിന്ന് ചെന്ന സ്ത്രീകളായാലും സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചുവെച്ച അപ്സരസുകൾ എന്ന് പറയുന്ന ഹൂറുല്യങ്ങളായാലും അവർക്ക് രണ്ട് വിഭാഗത്തിനും ഇതേ സ്വഭാവം തന്നെയായിരിക്കും അവിടെ എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നു. കവായിബ് എന്നതിന് സ്ഥലം തുടിച്ചു നിൽക്കുന്നവർ എന്നതിനു പുറമെ കന്യകകൾ, സ്ഥിരകന്യകകൾ എന്നും അർത്ഥമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതായത് എല്ലാ സമയത്തും സ്വർഗ്ഗത്തിലെ ഭാര്യമാർ കന്യകത്വം സൂക്ഷിക്കപ്പെട്ടവരായിരിക്കും. ഭൂമിയിലെ അവസ്ഥ അവിടെ ഇല്ലെന്നർത്ഥം. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്നത്തി ഇദാ ജാമഉൻ നിസാ ഉദ്ന അബ്കാറൻ. സ്വർഗാവകാശികൾ അവരുടെ ഭാര്യമാരുമായി ശാരീരിക ബന്ധം പുലർത്തിയാൽ ഉടനെ തന്നെ അവർ കന്യകകളായി മാറും. ഇമാം സുയൂത്തി തന്റെ അബ്ദുൽ മൻസൂറിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ലഹാഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, കവായിബ് എന്നാൽ കന്യകകൾ എന്നാണ് എന്ന്. ദുറുൽ മൻസൂറിൽ തന്നെ ഈ വ്യാഖ്യാനവും കാണാം. അപ്പൊ നമ്മളിവിടെ രണ്ട് വ്യാഖ്യാനം പറഞ്ഞു. ഒന്ന്, അവര് സ്ഥലം തുടിച്ചു നിൽക്കുന്നവരാണ്, മറ്റൊന്ന് കന്യകകളാണ്. ഈ രണ്ട് വ്യാഖ്യാനങ്ങൾ വൈരുദ്ധ്യമല്ല, മറിച്ച് വൈവിധ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അഥവാ ഈ രണ്ടർത്ഥവും ഇവിടെ ഉദ്ദേശമാണ് എന്നർത്ഥം. സ്വർഗസ്ത്രീകൾ തുടുത്ത മാർവിടമുള്ളവരാണ്, അതോടൊപ്പം നിത്യകന്യകകളുമാണ്. ആ രൂപത്തിലാണ് അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രാബൻ എന്നതിന് സമപ്രായക്കാർ എന്നാണ് നാം അർത്ഥം കൊടുത്തത്, അല്ലെ? സമപ്രായക്കാർ എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശം സ്വർഗ്ഗത്തിൽ വയസ്സ് വർദ്ധിച്ച് വാർദ്ധക്യം ബാധിക്കില്ല എന്നാണ്. ഭൂമിയിലാണെങ്കിൽ ഒരു 19 വയസ്സ് കഴിയുമ്പോഴേക്ക് എന്തായാലും വാർദ്ധക്യത്തിന്റെ ചാബല്യങ്ങളിലേക്ക് ഈ സ്ത്രീ സമൂഹം എത്തിപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ അവിടെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വയസ്സിന്റെ വർധനവ് നൽകില്ല. അഥവാ സ്വർഗ്ഗത്തിലെത്തിയ സ്ത്രീകൾ ക്ഷീണിച്ച് അവശരാകുന്ന സാഹചര്യം ഉണ്ടാവില്ല. മറിച്ച് 30-33 പ്രസരിപ്പ്,
എല്ലാ കാലത്തും അല്ലാഹു തആല അവർക്ക് നൽകുമെന്നാണ് മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരു വയസ്സായ ഉമ്മ ഒരിക്കൽ വന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, റസൂലെ, അള്ളാന്റെ റസൂലെ, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അങ്ങൊന്ന് അള്ളാഹുവിനോട് ദ്വാർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, ഈ വയസ്സത്തികളൊന്നും സ്വർഗ്ഗത്തിൽ കടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തമാശകളെക്കുറിച്ച് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അള്ളാന്റെ റസൂൽ തമാശ പറയും, പക്ഷെ ആ തമാശയും സത്യമായിരിക്കും. സത്യമല്ലാത്ത തമാശ റസൂലുള്ള പറയില്ല. വയസ്സത്തികൾ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോടുകൂടെ ആ ഉമ്മ വല്ലാത്തൊരവസ്ഥയിലായി. കരഞ്ഞുകൊണ്ട് അവര് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അറിയിക്കാൻ പറഞ്ഞു, കരഞ്ഞു, പിന്നെ നിങ്ങൾ വയസ്സത്തികൾ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വൃദ്ധയായി ഈ ക്ഷീണിച്ച അവശയായ അവസ്ഥയിൽ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെത്തുമ്പോഴേക്ക് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി മാറ്റിയിട്ടുണ്ടാകും? നല്ല 30-33 പ്രസരിപ്പിലുള്ള യുവതികളാക്കി മാറ്റിയിട്ടുണ്ടാകും എന്നാ പറഞ്ഞത്. നിങ്ങളെന്ന വ്യക്തി സ്വർഗ്ഗത്തിൽ കടക്കൂല എന്നല്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നല്ലോ സൂറത്തുൽ വാഖിയയിൽ, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബാ. നിശ്ചയം ആ സ്വർഗ്ഗസ്ത്രീകളെ, സ്വർഗ്ഗത്തിലുള്ള സ്ത്രീകളെ പ്രത്യേക നിലയിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയാണ്. അതായത് ഫജഅൽനാഹുന്ന അബ്കാറൻ, അവരെ നാം കന്യകകളാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഉറുബൻ അത്റാബൻ, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നവരും തുല്യപ്രായക്കാരുമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതിന്റെ ഇടപെടിയും പറയണത് എന്ത്? കവായിബ അത്റാബൻ, സ്ഥലം തുടിച്ചവരും അതേപോലെ തന്നെ പിന്നെ സമപ്രായക്കാരികളുമായിട്ടുള്ള സ്ത്രീകളെ അവർക്ക് അവിടെ സ്വർഗ്ഗത്തിലുള്ള ആളുകൾക്ക്, മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല അവിടെ നൽകുന്നുണ്ട്. മദ്യം നിറക്കപ്പെട്ട കോപ്പകളും അവർക്കവിടെയുണ്ട്. മദ്യം നിറക്കപ്പെട്ട കഴുസിച്ച കോപ്പ അല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് മദ്യം നിറക്കപ്പെട്ടതായിരിക്കും. ഒന്നിനു പുറകെ മറ്റൊന്നായി തുടർന്നു വരുന്ന കോപ്പകൾ എന്നും കലർപ്പില്ലാത്തത് എന്നും അർത്ഥം ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഉപയോഗിക്കുന്ന മദ്യത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ കലർത്തിയിട്ട് വിഷമദ്യ ദുരന്തത്തിന്റെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകൂല എന്നർത്ഥം. അതേപോലെ തന്നെ ഒന്ന് കഴിയുമ്പോഴേക്ക് അടുത്തത് എന്ന രൂപത്തിൽ അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നും അർത്ഥമുണ്ട്. അങ്ങനെ വിവിധ അർത്ഥങ്ങൾ ഉണ്ടായാൽ അതെല്ലാം സ്വർഗ്ഗത്തിലുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഏതായാലും ശരി, അങ്ങനെ സ്വർഗ്ഗത്തിലെ മദ്യം അവർ കുടിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ കള്ളു കുടിച്ചാൽ ഉണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങളൊന്നും അവർക്ക് വരില്ല. ലാ യസ്മഊന ഫീഹാ, ആ സ്വർഗ്ഗത്തിൽ അവർ കേൾക്കേണ്ടി വരില്ല ലഗവൻ, അനാവശ്യ വാക്കുകൾ കേൾക്കേണ്ടി വരില്ല. വലാ കിദ്ദാബൻ, അസത്യവാക്കുകളും കേൾക്കേണ്ടി വരില്ല. ഭൂമിയിൽ മദ്യം ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധി നഷ്ടപ്പെടുകയും അവർ ചീത്തവാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുന്നത് സാധാരണയാണ്, അല്ലെ? മാന്യനായിട്ട് കള്ളുകുടിക്കാൻ വേണ്ടി ബാറിലേക്കോ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും മദ്യത്തിന്റെ കേന്ദ്രത്തിലേക്കോ പോയാല് കുടിച്ച് തിരിച്ചിറങ്ങി വരുമ്പോ വേറൊരു മനുഷ്യനായിട്ട്, അല്ലെ, പൂരെ തെറിയും പറഞ്ഞിട്ടേക്കും ഇറങ്ങി വരുന്നുണ്ടാവുക. എന്നാൽ സ്വർഗ്ഗത്തിൽ കള്ളു കുടിച്ചിട്ട് ഒരിക്കലും തന്നെ വിശ്വാസികൾ അവർ മറ്റുള്ളവരെ തെറി പറയുന്നതോ അനാവശ്യം പറയുന്നതോ കേൾക്കേണ്ടി വരില്ല. അതേപോലെ തന്നെ സ്വർഗ്ഗത്തിലെത്തിപ്പെട്ട മനുഷ്യന്മാർ പരസ്പരം നുണ പറയുന്ന ഒരു സാഹചര്യം, ആ നുണയും കേൾക്കേണ്ടി വരില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഭൂമിയിൽ ജീവിക്കുമ്പോഴാണെങ്കിൽ കള്ളം പറയുന്നുണ്ടാകും, അതേപോലെ തന്നെ അനാവശ്യം പറയുന്നുണ്ടാകും. അത്തരം കാര്യങ്ങളൊന്നും കൊണ്ട് അവിടെ വിഷമിക്കേണ്ട ഒരു സാഹചര്യം അവിടെ അവർക്ക് വരില്ല. ഇനി സ്വർഗ്ഗത്തിൽ അനാവശ്യ വാക്കുകളോ അവർക്ക് വിഷമമുണ്ടാക്കുന്ന വാക്കുകളോ കേൾക്കേണ്ടി വരില്ലെന്നും ഇവിടെ അർത്ഥമുണ്ട്. സ്വർഗ്ഗത്തിൽ കള്ളുടിച്ചപ്പോ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഭൂമിയിലാവുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത പലതും പലയിടത്തും കേൾക്കേണ്ടി വരും. എന്നാൽ സ്വർഗ്ഗത്തിലെത്തിപ്പെട്ട മനുഷ്യന്മാർക്ക് ഒരു അനാവശ്യവും കേൾക്കേണ്ടി വരില്ല. മദ്യത്തിന്റെ പേരിൽ മാത്രമല്ല, അല്ലാത്ത നിലക്കും കേൾക്കേണ്ടി വരില്ല എന്നും ഇവിടെ വ്യാഖ്യാനമുണ്ടെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പല കള്ളപ്രചരണങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. ശരിയായ വിശ്വാസിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ അവന്റെ വിശ്വാസത്തിനെതിരായ കല്ലുവെച്ച നുണകൾ മറ്റുള്ള എതിരാളികളിൽ നിന്നുള്ള പ്രചരണങ്ങൾ കേൾക്കേണ്ടി വരില്ല ചിലപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, അല്ലെ? ഖുർആനിന്റെ പേരിൽ തന്നെ വിദേഹത്തുകാരൊക്കെ എത്ര നുണകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിലും പലപ്പോഴും അത് കേൾക്കാൻ നിർബന്ധിതരാകുന്നില്ലേ? എന്നാൽ അങ്ങനത്തെ നുണയുടെ ഒരു പ്രസംഗവും ഇവിടെ കേൾക്കേണ്ടി വരില്ല, സ്വർഗ്ഗത്തിൽ കേൾക്കേണ്ടി വരില്ല എന്നും ഇവിടെ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ എന്നതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്.
അഥവാ സ്വർഗാവകാശികളുടെ സ്വൈരം കെടുത്തുന്ന ശത്രുവിന്റെ പ്രചരണങ്ങളോ അവരുടെ തെറ്റായ ആശയങ്ങളോ കേൾക്കാത്ത വിധം പൂർണ്ണ സമാധാനം അള്ളാഹു സ്വർഗാവകാശികൾക്ക് നൽകുമെന്നാണ് അർത്ഥം. പിന്നെ സ്വർഗത്തിലുള്ളവർ പരസ്പരം കള്ളം പറയില്ലെന്ന വ്യാഖ്യാനവും തുബിരി റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആ ഭാഗ്യത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ അള്ളാഹു നമ്മയൊക്കെ പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.